യുക്രൈന്റെ തലസ്ഥാനമായ കീവിൽ അർദ്ധരാത്രിയിൽ റഷ്യയുടെ ഡ്രോൺ മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ നഗരമധ്യത്തിൽ പ്രമുഖ ഹോട്ടലുകളും പാർപ്പിട സമുച്ചയങ്ങളും കേന്ദ്രീകരിച്ച് റഷ്യ നടത്തിയ വ്യാപക ആക്രമണത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. മണിക്കൂറോളം നീണ്ടുനിന്ന വ്യോമാക്രമണത്തിൽ നഗരത്തിലെ നിരവധി ജനവാസ കേന്ദ്രങ്ങൾ തകരുകയും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിൽ 5 ആരോഗ്യ പ്രവർത്തകരടക്കം 16 പേർക്ക് പരിക്കേറ്റ ഒരു വിവരമുണ്ട്. എത്ര പേർക്കാണ് റഷ്യയുടെ ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റതെന്നും എത്ര പേരാണ് മരണപ്പെട്ടതെന്നും ഇതുവരെയായിട്ട് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം യുക്രൈന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കൃത്യമായ ഒരു വിവരം ഇന്ന് ഉച്ചയോടുകൂടി ലഭിക്കുമെന്നാണ്, ഔദ്യോഗികമായ ഒരു വിവരം ലഭിക്കുമെന്നാണ് യുക്രൈനിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. ഡ്രോൺ ആക്രമണത്തിൽ ഒരു പാർപ്പിട സമുച്ചയം പൂർണ്ണമായും തകർന്നതായും റിപ്പോർട്ടുകളുണ്ട്. ആക്രമണത്തെ തുടർന്ന് നഗരമധ്യത്തിലെ പ്രമുഖ ഹോട്ടലുകൾക്കും പാർപ്പിട സമുച്ചയങ്ങൾക്കും തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. പ്രീമിയർ പാലസ്, അതോടൊപ്പം തന്നെ സിറ്റി ഹോട്ടൽ റെസിഡൻസ് എന്നീ ഹോട്ടലുകൾ സ്ഥിതി ചെയ്യുന്ന മേഖലയിലാണ് ഡ്രോൺ പതിച്ച് ശക്തമായ ഒരു തീപിടുത്തം ഉണ്ടായത്. നഗരത്തിലെ പെസ്റ്റ്കോ ബോളിവുഡിലെ ഹോട്ടലിന്റെ മുകൾ ഭാഗവും മേൽക്കൂരയും പൂർണ്ണമായും കത്തിയമരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനു പുറമെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന്റെ 6 നിലകളിൽ ആക്രമണത്തിൽ തകർന്നു വീണു. കീവിലെ 10 ഡിസ്ട്രിക്റ്റുകളെ ബാധിക്കുന്ന രീതിയിലാണ് റഷ്യയും ഡ്രോണും അതോടൊപ്പം തന്നെ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലും ഒന്നിച്ച് ഒറ്റ സമയം ഒരു രീതിയിലേക്ക് ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും റഷ്യ യുക്രൈന് മേൽ നടത്തിയത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കീവ് ലക്ഷ്യമാക്കി എത്തിയ ഭൂരിഭാഗം ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായും എന്നാൽ തകർന്നു വീണ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങളാണ് നഗരത്തിൽ വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാക്കിയതെന്ന് മേയർ വിറ്റാലി ക്ലിഷ്കോ പറയുന്നുണ്ട്. കുറച്ച് ദിവസത്തിന് മുമ്പേ യുക്രൈനിലെ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. റഷ്യ യുക്രൈനെ ആക്രമിക്കാൻ വലിയ രീതിയിലുള്ള ഒരു ആക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം യുക്രൈന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ആ ഒരു മുന്നറിയിപ്പ് യാഥാർത്ഥ്യമാകുന്നു, അല്ലെങ്കിൽ സെലൻസ്കി എന്താണോ വിചാരിച്ചത് അത് നടന്നിരിക്കുന്നു. ആ ഭയം എന്താണോ സെലൻസ്കിയുടെ മനസ്സിലുണ്ടായത് അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവ സ്ഥലത്ത് അഗ്നിശമന സേനയും രക്ഷാപ്രവർത്തകരും തീയണയ്ക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെടുക്കാനുള്ള ഊർജിതമായ ശ്രമങ്ങളാണ് ഇപ്പോൾ യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വ്യോമാക്രമണ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതോടെ കുട്ടികളും വളർത്തുമൃഗങ്ങളുമായി ആയിരക്കണക്കിന് ആളുകൾ സുരക്ഷിതമായ ഒരു ഭൂഗർഭ മെട്രോ സ്റ്റേഷനുകളിലും അതോടൊപ്പം തന്നെ ഭൂഗർഭ അറകളിലും അഭയം പ്രാപിക്കുന്ന ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. റഷ്യ വലിയൊരു ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നതായി രഹസ്യാന്വേഷണ വിവരമുണ്ടായിരുന്നു എന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നേരത്തെ പറഞ്ഞിരുന്നത്. ഇതിനെ തുടർന്ന് തന്റെ അയർലൻഡ് സന്ദർശനം പാതിവേലി ഉപേക്ഷിച്ചുകൊണ്ട് സെലൻസ്കി യുക്രൈനിൽ തിരിച്ചെത്തുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടതാണ്. സ്ഥലത്ത് അഗ്നിശമന സേനയും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകരും യുക്രൈൻ സൈന്യം യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ സുരക്ഷിതമായി തന്നെ ഒരു സ്ഥലത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് യുക്രൈൻ സൈന്യത്തിന്റെ ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്കാണ് ആളുകളെ ഇപ്പോൾ മാറ്റുന്നത്. റഷ്യ വലിയൊരു ആക്രമണത്തിനാണ് ഇപ്പോൾ ഒരുങ്ങിയതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. വീണ്ടും റഷ്യയുടെ ഭാഗത്തു നിന്നും യുക്രൈനിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് യുക്രൈനിലെ രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ വീണ്ടും ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. 2 ആഴ്ചയ്ക്ക് മുമ്പേ സമാനമായ രീതിയിൽ യുക്രൈനിൽ റഷ്യയുടെ ഒരു രൂക്ഷമായ ആക്രമണം ഉണ്ടായിരുന്നു. യുക്രൈന് നേരെ റഷ്യ 70ഓളം മിസൈലുകളും 611 ഡ്രോണുകളുമാണ് വിക്ഷേപിച്ചത്. യുക്രൈന്റെ സൈനിക വ്യോമതാവളങ്ങളും വ്യവസായ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് നടത്തിയ ഒരു ആക്രമണമായിരുന്നു അന്ന് റഷ്യ നടത്തിയത്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞത് തലസ്ഥാനമായ കീവ് അതോടൊപ്പം തന്നെ കർക്കീവ്, നിപ്പോ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് അന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞിരുന്നു. 50ഓളം മിസൈലുകളും 582 ഡ്രോണുകളും യുക്രൈൻ തകർത്തുവെന്ന് യുക്രൈനും അവകാശവാദം ഉന്നയിച്ചിരുന്നു. റഷ്യയിലെ എണ്ണ സംഭരണ കേന്ദ്രം അതോടൊപ്പം തന്നെ കെമിക്കൽ പ്ലാന്റും തിരിച്ച് യുക്രൈൻ ആക്രമിച്ചതായും യുക്രൈൻ സൈന്യം തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധം ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് വീണ്ടും റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഒരു യുദ്ധം തുടങ്ങുന്നു എന്നത് അത് ലോകരാജ്യങ്ങളെ വീണ്ടും ഒന്നും കൂടെ ഒരു തലവേദന അല്ലെങ്കിൽ അവരെ വീണ്ടും ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്നു എന്നതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ.